ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാ മലയാളികൾക്കും വീണ്ടും RC ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ആസ്ട്രോളജി സബ്ജക്റ്റാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ളൊരു സംഭവമാണ്. ഏത് ബിസിനസ് ചെയ്താൽ, ഏത് ജോലി ചെയ്താൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് തരും, അല്ലെങ്കിൽ എന്ത് ജോലി നമുക്ക് സംതൃപ്തി. നമുക്ക് എല്ലാ ജോലിയും ചെയ്താലൊന്നും സംതൃപ്തി കിട്ടില്ല, ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിട്ട് ചെയ്യുന്ന ജോലി വേറെ ആയിരിക്കും. അത് ചെയ്താലും നമുക്ക് ചില സമയത്ത് വി ആർ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു തൃപ്തി തോന്നില്ല എന്ന് പറയില്ലേ. കാരണം നമുക്ക് അതിലെല്ലാം ടാലന്റ്, നമുക്ക് വേറെ എന്തോ കാര്യത്തിലാണ് ടാലന്റ്. ആ ടാലന്റ് ഉള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിൽ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം, ഇതാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ ഇതിനകത്ത് ഞാൻ 1-2 ആപ്പ് പറയുന്നുണ്ട്. ആ ആപ്പിൽ എനിക്ക് കമ്മീഷൻ ഇല്ല, ഞാൻ അതിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിലും ഇല്ല, ഒന്നിലും ഇല്ല. ഇത് പറഞ്ഞു തന്നെ എന്തിനാ വെച്ചാൽ നിങ്ങളുടെ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജോലി, ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ജോലി നമുക്ക് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ സൊല്യൂഷൻ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ നോക്കിയിട്ടുള്ള ഒരുപാട് ജാതകങ്ങളിൽ, ഞാൻ ഫ്രീ ആയിട്ട് നോക്കിയിട്ടുള്ള ജാതകങ്ങൾ പഠിക്കുന്ന കാലത്ത് നോക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജാതകത്തിൽ നിന്നും കണ്ടുപിടിച്ചതും എനിക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ശനി, സാറ്റേൺ നിൽക്കുന്ന നക്ഷത്രം, സാറ്റേൺ ആണ് കർമാധിപതി. നിങ്ങളുടെ 10ാമത്തെ ഹൗസ് അല്ലെങ്കിൽ 10ാമത്തെ ഭാവം ചിലപ്പോൾ വീനസിന്റെ ആവാം, വീനസ് ആവാം, ചിലപ്പോൾ മാർസ് ആവാം, ആ മാർസ് നിൽക്കുന്നത് വേറെ സ്ഥലത്താവാം. ഇതൊക്കെയാണെങ്കിലും ശനി എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഹൗസിലാണ് നിൽക്കണേന്ന് ശ്രദ്ധിക്കുക. ശനി ഏത് ഹൗസിലാണ് നിൽക്കണേന്ന് നോക്കാം, ഏത് ഭാവത്തിലാണ് നിൽക്കണേന്ന് നോക്കാം. ലഗ്നത്തിൽ നിന്ന് ഏത് ഭാവത്തിലാണ് ശനി നിൽക്കണേന്ന് നോക്കാം. ശനി നിൽക്കുന്ന നക്ഷത്രം ഏതാണ് നോക്കാം. ശനി നിൽക്കുന്ന നക്ഷത്രം, അതായത് ശനി എവിടെയാണ് നിൽക്കുന്നത് ലഗ്നാല് എന്ന് നോക്കുക. എന്നിട്ട് ആ ശനി നിൽക്കുന്ന നക്ഷത്രം നോക്കുക. ഓക്കെ, എന്നിട്ട് നക്ഷത്രം നോക്കിയിട്ട് ആ നക്ഷത്രത്തിന്റെ അധിപതി ആയിട്ടുള്ള, അല്ല, ഏത് നക്ഷത്രത്തിന് അതിനൊരു അധിപതി ഉണ്ടാവും. അവിട്ട നക്ഷത്രത്തിന് ചൊവ്വയാണ്, അശ്വതി നക്ഷത്രത്തിന് കേതുവാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ നക്ഷത്ര അധിപതികൾ ഉണ്ടാവും, ഓരോ വാഹനങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അവരുടെ അതല്ലെങ്കിൽ അത് സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ അശ്വതി നക്ഷത്രത്തിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയാണ്, അല്ലേ? അങ്ങനെ അവിട്ട നക്ഷത്രത്തിന്റെ സിമ്പിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭം, ഇതിന്റെയൊക്കെ വരണത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സിംഹം ഒരു ഇതാണ്. അത് കൂടാതെ നമുക്ക് പറയുന്നത് ഒരു എന്താ പറയാ, ഈ ഡ്രം ഉണ്ടല്ലോ, ഡ്രം അല്ലല്ലോ അതിനെ പറയാ, മൃദംഗം, അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പവർഫുൾ, അതൊക്കെ വേറെ സബ്ജക്റ്റ്. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന ഭാവം, നിൽക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ അധിപൻ ഏത് ഹൗസിലാണ് നിൽക്കണേ നോക്കാം. അപ്പം ശനി നിൽക്കുന്ന ഭാവം, അത് 5ാം ഭാവമാണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ചിൽഡ്രൻ, ക്രിയേറ്റീവ്, അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണ് നിൽക്കണേന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഗൂഗിളിൽ പോയിട്ട് 2ാം ഭാവത്തിൽ ശനി നിന്നാൽ, അല്ലെങ്കിൽ 3ാം ഭാവത്തിൽ ശനി നിന്നാൽ, 5ാം ഭാവത്തിൽ ശനി നിന്നാൽ എന്താണ് ഫലം നോക്കുക. ആ ഫലം നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, രണ്ടാമത് ശനി നിൽക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ എഴുതിയെടുക്കുക. നക്ഷത്രാധിപന്റെ പ്രത്യേകത എഴുതിയെടുക്കുക. ഈ നക്ഷത്രാധിപൻ നിൽക്കുന്ന രാശി ഏതാന്ന് നോക്കാം. 12 ആണോ 11 ആണോ ഏതാണെന്ന് നോക്കാം. അത് നോക്കാം. അപ്പൊ ഈ നക്ഷത്രാധിപൻ നിൽക്കുന്നത് 1ാമത്തെ രാശിയിലാണെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മുൻതൂക്കം കൊടുക്കുന്ന ജോലികളായിരിക്കും. 2ാമത്തെ ഹൗസ് ആണെങ്കിൽ വാക്കുകൊണ്ടോ ധനം കൊണ്ടോ അല്ലെങ്കിൽ ട്രഷറി, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഭാവങ്ങളെ കുറിച്ച് അറിയണം. ഭാവങ്ങൾ, അതായത് 1ാം ഭാവം, 2ാം ഭാവം, 3ാം ഭാവം, അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളിലും ഈ പറയുന്ന ഗ്രഹം വന്നാൽ എന്താണ് എഫക്റ്റ് എന്ന് നോക്കണം. ആ ഒരു ജോലിയിലായിരിക്കും നിങ്ങൾ പ്രശോഭിക്കുക.
മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ക്രിമിനോളജി പലതും പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇക്കോണോമിക്സ് പഠിച്ചിട്ടുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി വെൽഫെയർ പഠിച്ചിട്ടുണ്ട്, പേസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്, ക്രിമിനോളജി പഠിച്ചിട്ടുണ്ട്, ക്രിമിനൽ ജസ്റ്റിസ് പഠിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചിട്ടുണ്ട്, പിന്നെന്തുവാ ഒരുവിധ കണവണ എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി ഞാൻ വന്ന് നിൽക്കുന്നത് എൻ്റെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വേറൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി കൂടി ഫാസ്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമായിട്ട് നിങ്ങൾ കേൾക്കുക. അതായത് എൻ്റെ ശനി നിൽക്കുന്നത് 5-ലാണ്, വക്രത്തിലാണ് നിൽക്കുന്നത്. ശനി 5-ൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദോഷം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയല്ല കേട്ടോ, ക്രിയേറ്റീവായിട്ട് നല്ല കഴിവൊക്കെ ഉണ്ടാവും. അത് വക്രത്തിൽ നിൽക്കുമ്പോൾ ഇത്തിരി കൂടി ബലം കൂടുതലാണ്. അത് ആ ഒരു നെഗറ്റീവ് ഇത് പോയിട്ട് നിൽക്കുക എന്ന് പറയില്ലേ. അപ്പം അത് മാത്രമല്ല, അത് മകം നക്ഷത്രത്തിലാണ് നിൽക്കണം. ആ ശനി മകം നക്ഷത്രത്തിൽ നിൽക്കുകയാണ്. മകം നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാ? കേതുവിൻ്റെ. അതായത് കേതുവിൻ്റെ നക്ഷത്രമാണ് മകം. ആ മകൻ നക്ഷത്രത്തിലാണ് എൻ്റെ ശനി നിൽക്കുന്നത്. ആ കേതു വന്നിട്ട് എൻ്റെ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? 12ാമത്തെ ഹൗസിൽ. ഏത്? മീനത്തിലാണ്. ഞാൻ മേട ലഗ്നക്കാരിയാണ്. മീനത്തിലാണ് എൻ്റെ ഇത് നിൽക്കണം, 12ാമത്തെ ഹൗസിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്പിരിച്വാലിറ്റി. അത് 5ാമത്തെ ഹൗസ് റിലേറ്റഡ് ആയിട്ട് നിൽക്കണം. ശനി നിൽക്കുന്നത് 5-ലാണ്. അപ്പം എന്താ? ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി. ശനി നിൽക്കുന്നത് 5-ല്. ഈ കേതു നിൽക്കുന്നത് 12 മീനത്തില്, ആരുടെ? വ്യാഴത്തിന്റെ കണക്ഷനില്. ആ വ്യാഴം നിൽക്കുന്നത് കേതുവിൽ നിന്ന് 4-ല് മിഥുനത്തില്. വക്രത്തിൽ നിൽക്കുന്നു. പക്ഷെ 3ാമത്തെ ഭാവമായതുകൊണ്ട്, ലഗ്നാല് 3ാമത്തെ ഭാവമായതുകൊണ്ട് അത് വക്രത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പൊ അതെന്താ കണക്ഷനാണ്? ഈ ആസ്ട്രോളജി, ഈ ടാരോ കാർഡ് റീഡിങ്ങിന്റെ ഒക്കെ കണക്ഷനാണ് ഞാൻ ഈ പറയണേ. ക്യൂരിയസ് സബ്ജക്റ്റുകൾ. കേതു, ജുപിറ്റർ, കേതു, ജുപിറ്റർ, ശനി, പിന്നെ ബുധൻ. 4 ഗ്രഹങ്ങളാണ് എനിക്ക് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് എടുക്കണം. ഒന്നും കൂടി ഞാൻ പറയാം. ശനി ഇൻ ദ 5th ഹൗസ്. ഓക്കെ, 5ാം ഭാവത്തിൽ ശനി നോക്കും. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ നക്ഷത്രം മകം. അതിൽ പ്രശോഭിക്കണം അല്ലേ? അപ്പൊ ഈ മകത്തിന്റെ അധിപനായിട്ടുള്ള കേതു വന്നിട്ട് 12ാമത്തെ ഹൗസിൽ നിന്നാണ് മോക്ഷം, ലിബറേഷൻ, സ്പിരിച്വാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഹൗസിലാണ് കേതു നിൽക്കണേ. ആ കേതു നിൽക്കണ ഹൗസ് ആരുടെയാ? മീൻ എന്ന് പറയുന്നത് ആരുടെയാ? വ്യാഴത്തിന്റെ ഹൗസാണ്. ആ വ്യാഴം നിൽക്കുന്നത് ബുധന്റെ ഹൗസിലാണ്. മനസ്സിലായോ? ആ ബുധൻ നിൽക്കുന്നത് കാപ്രിക്കോൺ മകരത്തില് ശനിയുടെ തന്നെ സ്വന്തം ഹൗസിലാണ്. അപ്പൊ മനസ്സിലായ ഒരു കണക്ഷൻ. ആ കണക്ഷൻ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും ഈ ഒരു ടാരോ കാർഡ് റീഡിങ്, ഓക്കൾട്ട് സയൻസ്, ഈ ലിബറേഷൻ, മോക്ഷം, മുക്തി, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, മനുഷ്യരെയൊക്കെ നന്നാക്കണം, സ്പിരിച്വാലിറ്റി, ആസ്ട്രോളജി, ഇതൊക്കെ എനിക്കൊരു ഭ്രാന്തായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നു. അപ്പം ശനി കേതു വരുമ്പോൾ തന്നെ സ്പിരിച്വാലിറ്റി ആണെന്ന് ആലോചിക്കണം. ഒരു വിരക്തി ആയിരിക്കും ബാക്കിയുള്ള കാര്യത്തിൽ നിന്ന്. ശനി കേതു. അത് മാത്രമല്ല, എൻ്റെ കേതു നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രത്തിലാണ്. അതായത് നക്ഷത്ര പരിവർത്തനം ഉണ്ട്. മനസ്സിലായ? അപ്പൊ ഞാൻ എൻ്റെ മഹിമ പറയാനല്ല, നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാനാണ്. അപ്പൊ ശനി, കേതു, വ്യാഴം, ബുധൻ. വ്യാഴം ബുധൻ വന്നാൽ തന്നെ എന്തായി? ആസ്ട്രോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി. അതിൻ്റെ ഇടയ്ക്കൂടെ വ്യാഴം, ബുധനും, കേതു അതിനെ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ ഉള്ളിക്കൂടെ എന്ത് വരാണ്? ശനി. ശനി ഇതിന്റെ ഉപഭോക്താവാണ്. മനസ്സിലായി? ഉപഭോക്താവും എന്താ പറയാ, പ്രൊഡ്യൂസറും ആണെന്ന് സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വന്നപ്പോൾ എനിക്ക് ഈ ഒരു കണക്ഷൻ വന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആസ്ട്രോസേജ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആസ്ട്രോസേജ്, ASTROSAGE. അതിനകത്ത് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ചാർട്ട് കിട്ടും, സൗത്ത് ഇന്ത്യൻ ചാർട്ട് കിട്ടും. വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചാർട്ട് കിട്ടും. അതിനകത്ത് മാന്തി മാത്രം കാണിക്കില്ല കേട്ടോ, ഗുളികൻ മാത്രം കാണിക്കില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അത് നോക്കിയിട്ട് ഏത് ഹൗസുകളാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനകത്ത് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാനറ്റ്സ് നിങ്ങളുടെ അതിനകത്ത് നിൽക്കുന്ന ഏതൊക്കെ നക്ഷത്രത്തിലാന്ന് പറയും. അത് നമ്മുടെ കേരളത്തിൽ പറയുന്ന രീതിയിലല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് പറയാ. ഇപ്പൊ അനിയുടെ നക്ഷത്രത്തിനാണെങ്കിൽ അനുരാധ, അങ്ങനെ പറയാം. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അനുരാധ നക്ഷത്രത്തിന്റെ ആരാ മേധാവി എന്ന് നോക്കാം. അപ്പൊ ശനിയാണ്. അപ്പൊ ആ ശനി എവിടെയാ നോക്കണേ നോക്കാം. അങ്ങനെ കണ്ടുപിടിക്കണം. നിങ്ങൾ നിങ്ങളുടെ തന്നെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പകുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലായിരിക്കും ഇൻട്രസ്റ്റ് വരണേ.
വേറെ എന്തൊക്കെ ജോലി ചെയ്താലും നിങ്ങൾക്ക് ഈ ആ ഒരു കണക്ഷനിലേക്ക് വരും. പിന്നെ നിങ്ങൾ ചെറുപ്പകാലത്ത് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാനാണെങ്കിൽ ആരുടെ ലഗ്നം എന്താണെന്ന് ഞാൻ പിന്നെ എടുക്കാം. ആരുടെ ലഗ്നത്തിന്റെ 10ാം ഭാവം ഏതാന്ന് നോക്കാം, ആ 10ാം അധിപം എവിടെയാന്ന് നോക്കാം. അതുപോലെ നിങ്ങളുടെ ലഗ്നത്തിന്റെ 10ാം ഭാവം എവിടെയാ നോക്കാം, ഏത് ഹൗസാന്ന് നോക്കാം, അതിന്റെ അധിപൻ ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് നോക്കാം, ഏതൊക്കെ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ആ ഗ്രഹങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളും പ്രത്യേക ജോലികളും എന്താണെന്ന് കണ്ടുപിടിക്കുക. അതൊക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടും. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഒരു ആസ്ട്രോളജറിന്റെ ആവശ്യമില്ല കരിയർ അഡ്വൈസിന്. ഓക്കെ, പിന്നെ ഇത് കിട്ടുന്ന ഒരു സമയം അത് ആസ്ട്രോളജർക്ക് പറഞ്ഞു തരാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ദശാപരീഡ് നിങ്ങൾ നോക്കണം. ദശാപരീഡ് ഈ ആസ്ട്രോസൈജിൽ കിട്ടും, പക്ഷെ അത് കണക്ട് ചെയ്ത് ചിന്തിക്കണം. ഇത് നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ, അത് ഇത്തിരി പഠിക്കണം. ഓക്കെ, അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇനീഷ്യലി ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ശനി എന്ന ഗ്രഹം നിങ്ങളുടെ ലഗ്നാല് എവിടെ നിൽക്കുന്നു, അതിന്റെ അവിടെ നിന്ന് ശനിയുടെ നക്ഷത്രം ഏതാണ്, ആ നക്ഷത്രാധിപൻ എവിടെ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു, അതിന്റെ ഗുണം. ഓക്കെ, ജോലിയുടെ ഗുണം അതായിരിക്കും. ഇനി ആ ഭാവാധിപൻ ഏത് ഹൗസിൽ, ആരുടെ ഹൗസിലാണ് നിൽക്കണേ, ആ അധിപൻ എവിടെയാ നിൽക്കണേ നോക്കാം. എന്നിട്ട് അതിന്റെ അധിപൻ എവിടെയാ നിൽക്കണേ, അങ്ങനെ കണക്ട് ചെയ്ത് ചുറ്റി വളഞ്ഞ് ചിന്തിക്കണം. നിങ്ങൾ കണ്ടോ ഈ മെഡിക്കൽ ബോർഡിന്റെ ഒക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ 2 പാമ്പുകൾ ഇങ്ങനെ നിൽക്കണ കണ്ടോ, ഇങ്ങനെ അതിൻ്റെ വേറൊരു സിംബോളിസം എന്ന് പറയുന്നത് ഈ കണ്ടുപിടിക്കലാണ്, റിസർച്ചാണ്. അതായത് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് നമ്മളിത് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള, അതായത് ഇതിൽ നിന്ന് ഇതിലേക്കും വരാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ ജോലിയും നമ്മുടെ സമ്പത്തും നമ്മുടെ റിലേഷൻഷിപ്പും എല്ലാം ശരിയാവും. അങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പം ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശനി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഈ പറയുന്ന പ്രൊസീജിയറിൽ പോവുക, ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ അത് ഓരോന്ന് ഇങ്ങനെ പറയും, പക്ഷെ അതനുസരിച്ചിട്ടായിരിക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ ചാർട്ടിലെ ഫലം വേറെ ആയിരിക്കും, പക്ഷെ ജോലിയുടെ കാര്യത്തിൽ അത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊരു ഹോംവർക്കായിട്ട് എടുക്കുക പറ്റാവുന്നൊരു, കാരണം ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറ്റും. മനസ്സിലായോ? അത് അതിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ 2019 മാർച്ച് എൻഡിലാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് നൈറ്റ് പിള്ളേരെയും വെച്ച്, പകലൊന്നും പഠിക്കാൻ പറ്റാണ്ട് നൈറ്റ് കുത്തിരുന്ന് പഠിച്ച് അസൈൻമെന്റ് എഴുതി കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് കോഴ്സ് പാസ്സായത്. അതിലൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ടുവന്നെത്തിച്ചത് എൻ്റെ പാഷനായിട്ടുള്ള കാര്യങ്ങളിലാണ്. അതാണ് കാരണം. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. എനിക്കറിയാം ആ ഇന്റർവ്യൂവിലൊന്നും ഞാൻ മോശമായിട്ട് അപ്പിയർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്നും എനിക്ക് അതിനുള്ള ചെയ്യാനുള്ള കഴിവുണ്ടെന്നും അവർക്കത് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയായിരുന്നു. പക്ഷെ അവർക്ക് എന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത് എനിക്ക് സ്യൂട്ടബിളായിട്ട് പ്രകൃതി കണ്ടിട്ടില്ല. അവസാനം ഞാൻ തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അപ്പം എല്ലാവരും കണ്ടിരുന്ന എല്ലാവർക്കും, സഹിച്ചിരുന്ന എല്ലാവർക്കും, ചില നേരത്തെ എൻ്റെ പ്രകടനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, തനി നാടനായി പോയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരണമെന്നും നല്ലത് സംഭവിക്കണമെന്നും, ചിരിച്ച് സന്തോഷിച്ച് കടലൊക്കെ തിന്ന്, ഇങ്ങനെ അട്ടാണി എന്ന് പറയില്ലേ, അതന്നെ അട്ടാണിയും കപ്പലണ്ടിയൊക്കെ തിന്ന് ഒക്കെ പോയി, പണ്ടത്തെ മാതിരി സിനിമാ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാനും, കല്യാണത്തിനും പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കൊക്കെ പോയി അടിച്ചു പൊളിക്കാനൊക്കെ, ഡാൻസ് ചെയ്യാനും ബാൻഡ് സെറ്റിലൊക്കെ പോകാനൊക്കെ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കാരണം കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റണില്ലല്ലോ. അപ്പം അങ്ങനെ വരട്ടെ. പ്രതീക്ഷ വിടാൻ പാടില്ല, മാനിഫെസ്റ്റ് ചെയ്യണം. ഓക്കെ, ശരി. എനിക്ക് കുറേ മെസ്സേജാണ്. ശരി എന്നാൽ ഓക്കെ, ബൈ.